കൂട്ടുകാരെ നമസ്തേ. എന്റെ ഇന്നത്തെ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പേ എന്റെ ഒരു റിക്വസ്റ്റ് ഉണ്ട് നിങ്ങളോട്. നിങ്ങൾ ഒരാളെങ്കിലും എന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ വീഡിയോ ഷെയർ ചെയ്യുകയോ ഹൈപ്പ് ചെയ്യുകയോ മറ്റുള്ള ഒരാൾക്കല്ലെങ്കിൽ എത്തിക്കുകയോ ചെയ്യണം. കാരണം അത്രയ്ക്കും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഇന്നേ നാൾ വരെ എൻ്റെ ഇത്രയും വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാൻ പറയാറുള്ളൂ ഈ വീഡിയോ ഷെയർ ചെയ്യണം എന്നുള്ളത്. കാരണം സബ്സ്ക്രൈബ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഷെയർ ചെയ്യണം, ടാഗ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഹൈപ്പ് ചെയ്യണമെന്നോ ലൈക്ക് ചെയ്യണോ കമന്റ് ചെയ്യണം എന്നൊന്നും ഞാൻ നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാറില്ല. കാരണം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം അത് ചെയ്താൽ മതി എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ എന്നാൽ ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ മുന്നിൽ ഞാൻ അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനാണ് വരുന്നത്. അപ്പം അത് നിങ്ങൾ മറ്റുള്ളവരോട് എത്തിക്കണം. അതിന് കാരണം എന്താ വെച്ചാല് നമ്മൾ എല്ലാവരും എത്ര വീട്ടിൽ ജോലി ചെയ്യാൻ പുറത്തു പോകുന്നവരായാലും വീട്ടമ്മയായാലും എന്തായാലും നമ്മളുടെ മക്കളുടെ നേരെ ഉണ്ടാവുന്ന അതിക്രമങ്ങൾ ഒരുപാട് ഏറി വരികയാണ് ഇപ്പോൾ. പ്രായപൂർത്തിയായിട്ട് അല്ലെങ്കിൽ ഒരു 15 വയസ്സിന് ശേഷമുള്ള ആണായാലും പെണ്ണായാലും തിരിച്ചറിവ് കാലഘട്ടം ആയ കുട്ടികളാണ്. അപ്പൊ തെറ്റേത് ശരിയെന്ന് അവർക്ക് നല്ലതുപോലെ മനസ്സിലാവുന്ന ഒരു പ്രായത്തിൽ അവർ ചെയ്യുന്ന തെറ്റും ഒന്നും അറിയാത്ത പിഞ്ചു കുട്ടികളോട് കാണിക്കുന്ന ക്രൂരതയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പൊ ഇന്ന് ഞാൻ ഇവിടെ ഒരു വീഡിയോ ഞാൻ പ്ലേ ചെയ്യുന്നുണ്ട്. ചില ഭാഗങ്ങൾ മ്യൂട്ട് ചെയ്യും. കാരണം നമ്മുടെ യൂട്യൂബിന്റെ ക്രൈറ്റീരിയ അനുസരിച്ചിട്ട് കുട്ടികൾ കരയുന്നതും ബഹളം വെക്കുന്നതുമായിട്ടുള്ള ഒന്നും നമുക്ക് ഇവിടെ പ്ലേ ചെയ്യാനുള്ള നമുക്ക് അതിനുള്ള അനുവാദമില്ല. അത് നമ്മുടെ ചാനലിനെ ബാധിക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ളൊരു വീഡിയോ മാക്സിമം അങ്ങനെയുള്ള ഭാഗങ്ങൾ ഞാൻ മ്യൂട്ട് ചെയ്തിട്ടായിരിക്കും വെക്കുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കണ്ടൊരു വീഡിയോ ആണ്. നമുക്ക് ഒരു മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, ആ കുഞ്ഞ് സ്കൂൾ വിട്ട ശേഷം സ്കൂൾ ബസ്സിൽ വന്ന് ഇറങ്ങി. അപ്പൊ എന്നും വന്ന് ഇറങ്ങണ പോലെ ആ കുഞ്ഞ് ഇറങ്ങി. ആ കുഞ്ഞ് ആ റോഡ് സൈഡിൽ നിൽക്കും. കുഞ്ഞിന്റെ അമ്മ ഒന്ന് കൂട്ടിക്കൊണ്ട് പോകും. അങ്ങനെയാണ് ദിവസം നടക്കുന്ന ഒരു കാര്യം. എന്നാൽ കഴിഞ്ഞ ദിവസം ആ വീഡിയോയിൽ എനിക്ക് മനസ്സിലായത്, അല്ലെങ്കിൽ ഞാൻ കണ്ടത്, അന്നത്തെ ഒരു ദിവസം ഒരു പയ്യനൊന്നും പറയാൻ പറ്റില്ല, നല്ല പ്രായം ഉണ്ടാവും, എങ്ങനെ പോയാലും 10-28 വയസ്സെങ്കിലും ഉണ്ടാവും. ഒരു മഹാപാപിന്നോ അല്ലെങ്കിൽ അങ്ങ് വല്ലാതെ കൃമി കുത്തുന്നവെന്നോ, കാരണം നമുക്ക് ഈ ഭാഷ ഉപയോഗിക്കുന്നതിലും കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് സൗമ്യമായ ഭാഷ എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയാണ്, അത്രയും നികൃഷ്ട ജീവി എന്ന് പറയുന്ന ഒരുത്തൻ ആ കുഞ്ഞിന്റെ അടുത്ത് ചെന്നിരുന്നത്, ഞാൻ നിന്റെ മാമന്റെ കൂട്ടുകാരനാണ്, എനിക്ക് നിന്നെ അറിയാം, നിന്റെ അമ്മയെ അറിയാം, നിന്റെ മാമനെ അറിയാം, നീ എന്റെ ഒപ്പം വരൂ കുഞ്ഞ്, നീ എന്റെ ഒപ്പം വരൂ, ഞാൻ നിന്നെ വീട്ടിലാക്കാം എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല, മക്കളെ നിങ്ങൾക്കിപ്പം അറിയുന്നവരായിക്കോട്ടെ അറിയാത്തവരായാലും വിളിച്ചാൽ പോകരുത് എന്ന് കൃത്യമായി നമ്മൾ അവർക്ക് ഇൻസ്ട്രക്ട് ചെയ്തിട്ടില്ലാത്ത കുട്ടികളാണെങ്കിൽ ഉറപ്പായിട്ടും പോകും. അത്യാവശ്യം നമ്മൾ വീട്ടുകാർ നമ്മൾ ആ കുട്ടികളെ ബോധവൽക്കരിച്ചിട്ടുണ്ടെങ്കിൽ മിക്ക കുഞ്ഞുങ്ങളും പോകാൻ ചാൻസ് കുറവാണ്. ഇപ്പൊ മിഠായി തരാം, വാങ്ങിച്ചുതരാം, വാ എന്ന് പറഞ്ഞപ്പോ ആ കുട്ടി പോയിട്ടില്ല. പകരം ആ കുട്ടി ഒച്ചയ്ക്ക് കരയുകയും അടുത്തുനിന്ന് സഹായം തേടുകയൊക്കെ ചെയ്തതാണ്. ഇത് കണ്ടുകൊണ്ട് ആ ബസ് സ്റ്റോപ്പിന്റെ അടുത്ത് തന്നെ ടെക്സ്റ്റൈൽസിലുള്ള ആൾക്കാർ, സ്ത്രീകൾ ഇറങ്ങി ചെന്ന് ആ കുട്ടീനെ കവറപ്പ് ചെയ്യുകയൊക്കെ ചെയ്തൊരു സീനാണ്. അപ്പം എനിക്കിത് കണ്ടപ്പോൾ ഞാനും ഒരുപാട് എനിക്ക് വിഷമമായി. ഞാൻ എൻ്റെ വീഡിയോയിൽ പറയുന്നത് പോലെ എനിക്കുള്ളത് പെൺകുട്ടികളൊക്കെയാണ്. അത് 3 പേരാണ് എൻ്റെ മക്കൾ എന്ന് പറയുന്നത്. 13 വയസ്സും 12 വയസ്സും 2 വയസ്സുള്ള എൻ്റെ 3 പെൺകുട്ടികളാണ് എനിക്കുള്ളത്. ഈ പറയുന്ന എന്റെ പെൺകുട്ടി ഇപ്പം 12-13 വയസ്സുള്ള കുട്ടികൾക്ക് ഞാൻ സ്ട്രിക്ട്ലി ഇൻസ്ട്രക്ട് ചെയ്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. ഇപ്പോഴല്ല, ഏകദേശം സ്കൂൾ ടൈം മുതലേ ഞാൻ അവരുടെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ചോക്ലേറ്റ്സ് വേണമെങ്കിൽ അമ്മയോട് ചോദിര് അല്ലെങ്കിൽ പപ്പയോട് ചോദിര്. നിങ്ങൾക്ക് അത് ഉള്ള കാര്യം പറയല്ലോ, എന്റെ കുട്ടികൾ ചോദിക്കുന്ന എല്ലാം ചോക്ലേറ്റ് ഐറ്റംസ് നമ്മൾ മാക്സിമം വാങ്ങിച്ചു കൊടുത്ത് ടേസ്റ്റ് അറിയിക്കാറുണ്ട് അവര്. അത് നമ്മുടെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ടായിട്ടല്ല, അവരിതൊക്കെ അറിയട്ടെ. നാളെ ഇതിൽ വലതുകൊണ്ട് കാണിക്കുമ്പോൾ അവര് ഇതിന്റെ കൊതി മൂത്ത് പുറകെ പോകാൻ പാടില്ലല്ലോ, കുഞ്ഞു കുട്ടികളല്ലേ. അതുകൊണ്ട് കുഞ്ഞിലെ മുതലേ നമ്മൾ ഏകദേശം ഒരു ചോക്ലേറ്റ് പല വിലയ്ക്ക് കിട്ടും, അതിന് കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്ന ചോക്ലേറ്റ്സ് നമ്മൾ വാങ്ങിച്ചു കൊടുത്തിട്ട് ഇതൊക്കെയാണ് ടേസ്റ്റ്, ഇത്രയൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞ് മനസ്സിലാക്കുകയും ബാഡ് ടച്ച് ഗുഡ് ടച്ച് എന്താന്ന് പറഞ്ഞു കൊടുക്കുകയും ആര് വിളിച്ചാലും ഞാൻ എന്റെ കുട്ടികളടുത്ത് പറയുന്ന ഒരു കാര്യം കേട്ടോ, അപ്പുറത്തെ വീട്ടിലായിരിക്കും ഇപ്പുറത്തെ വീട്ടിലായിക്കോട്ടെ, നമ്മുടെ സ്വന്തം കുടുംബത്തിരിക്കുന്നവരായിക്കോട്ടെ, ആര് വിളിച്ചാലും പോകരുത്. അല്ലെങ്കിൽ ആരുടെ ഒപ്പം പോവാം, നമ്മൾ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇന്ന ആള് ഇല്ല ഇന്ന ചേച്ചി അവര് ഇന്ന സ്ഥലത്തുനിന്ന് ഇന്ന സ്ഥലത്തേക്ക് വരുമ്പോ അങ്ങനെ ലിസ്റ്റ് കൊടുത്ത, അല്ലാത്ത പക്ഷം ആര് പൊന്നുകൊണ്ട് ശരി വെച്ച് തരാന്ന് പറഞ്ഞാലും ശരി മക്കളെ, നിങ്ങൾ പോകാൻ പാടില്ല. ഇനി അഥവാ ആരെങ്കിലും നിങ്ങളെ ബലമായിട്ട് കൈ കയറി പിടിച്ച് വാ എന്ന് പറയുകയാണെങ്കിൽ കാരണക്കുറ്റി ചേർത്ത് അടിക്കുക, എന്നിട്ട് ഓടി രക്ഷപ്പെടുക, അല്ലെങ്കിൽ അടുത്തുള്ള വീടുകളിൽ കയറുക എന്നൊക്കെ നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. സ്ഥിരം അത് പറഞ്ഞു കൊടുക്കാറുണ്ട്. എങ്കിൽ അങ്ങനെ സ്ഥിരം പറഞ്ഞു കൊടുക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു വീഡിയോ വരുന്നത്.
അയാളെ കൊച്ചിന് എന്നിട്ട് ഓർത്തോണം, ആ കടയിലുള്ള ആൾക്കാര് ഈ മനുഷ്യന്റെ അടുത്ത് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഈ കുട്ടിക്ക് നിങ്ങളെ പേടിയാണ്, നിങ്ങൾ പോകുന്നു. പറ്റില്ല. അവൻ അവിടെ നിന്ന് വാദിക്കാണ്. ഈ കുട്ടിയുടെ അമ്മ വന്നോളെന്ന് പറഞ്ഞാൽ ഇവൻ സമ്മതിക്കുന്നില്ല. അവിടെ നിന്ന് വാദിക്കാണ്. ഈ കുട്ടിനെ അറിയാം, ഈ കുട്ടി പിന്നെ എന്താ പറയാ 12 വയസ്സുണ്ട് 11 വയസ്സുണ്ട് എന്നൊക്കെ പറയുമ്പോൾ കുട്ടി വന്ന്, ഇല്ല എനിക്ക് 9 ഉള്ളൂ എന്ന് ഈ കൊച്ചു പറയുന്നുണ്ട്. അതായത് ഈ കുട്ടിക്കറിയാം ഇങ്ങനെ ഒരു വ്യക്തിയെ യാതൊരു പരിചയമില്ല, അങ്ങനെ ഒരു മാമിന്റെ കൂട്ടുകാരൻ എല്ലാം ഈ കുഞ്ഞിനറിയാം. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടോളൂ. നിങ്ങൾ കണ്ടിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം. അതിന്റെ കറക്റ്റ് സ്റ്റോപ്പ് എനിക്ക് കാണിച്ചു തന്നെ. വേറൊന്നല്ല, ഈ കൊച്ചുൾപ്പെടെ അല്ലാണ്ട് നജാത്ത് ഹോസ്പിറ്റലിൽ എന്റെ കൂട്ടാണ്ട് പെണ്ണുങ്ങൾ അവിടെ ബസ് കയറുന്നുണ്ട്. പക്ഷെ എടി അല്ലടി ഇത് കേസാക്കണം. നിങ്ങൾ ചാവും. കേസാക്കണം ചേച്ചി. ഞാൻ വേറൊന്നുമില്ല, ഞാൻ ഇപ്പഴും ആ കൊച്ചു വരും 3 ഇതായിട്ട് എന്റെ അടുത്ത് സപ്പോർട്ട് പറഞ്ഞു. ഇനി 9 ഏതിനും പറ, അതൊന്നുമില്ല. എന്റെ അമ്മയമ്മായിട്ട് എന്നിട്ട് ഞാൻ പറഞ്ഞേ എന്തുട്ടി എന്തുട്ടി അതാ അതിന്റെ ചിന്താപ്പാടാ. അതിന് നമ്മക്ക് എന്ത് ഗുണിക്കാൻ പറ്റും? എന്തിനു പറ്റൂ? ഞാൻ വിളിക്കായിരുന്നു. ഞാൻ അപ്പൊ കൊച്ചിന്റെ അടുത്ത് ഞാൻ ഇവിടെ എവിടെ എത്തിയോ ചേട്ടാ? ഇങ്ങോട്ട് വാ. വേണം, ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുക. ഇവളോട് ചോദിച്ചത് പറ്റുള്ളൂ. അയ്യോ വീഡിയോ അയ്യോ ഞാനൊന്നും അറിഞ്ഞുള്ള രാമനാരായണോ തീർച്ചയായിട്ടും കിടങ്ങലിരുത്തി കണ്ണൂരിലെത്തിയാ വേഗം വരാൻ പറ. അപ്പൊ ഞാൻ ഇവിടെ ചോദിക്കുന്ന മോളെ നിനക്കറിയോ കണ്ടപ്പറഞ്ഞൂടെ ഇതിന്റെ കണ്ണ് നിക്കലില്ല. അപ്പോഴും എനിക്കൊരു ഡൗട്ട്, അതാണ് ഞാൻ ഇവിടെ വിളിച്ചത്. ഉടുപ്പ് മേടിച്ചു പറഞ്ഞിട്ടുണ്ട്, അകത്ത് കയറിയിരിക്കുക. എത്ര ദിവസം ഞാൻ പറഞ്ഞ അകത്ത് കയറിയിരിക്കാനായിട്ട്. ഇവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോ എവിടെ നിൽക്കാൻ അവനെ ഇപ്പൊ ശരിയാക്കി കൊടുക്കാം. എന്നിട്ട് ഈ കൊച്ചി ഇവിടെ സമയത്ത് അപ്പുറത്ത് ഒരാൾ നിന്നിട്ട് ഈ കുട്ടിയെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അയാൾ കുറച്ചുകൂടി അങ്ങോട്ടേക്ക് നീങ്ങി നിന്നിട്ട് കുട്ടിയെ കൈയാട്ടി വിളിച്ചു. അപ്പോൾ കുട്ടി പോയില്ല അങ്ങോട്ടേക്ക്. അപ്പോൾ അയാൾ ഇപ്പുറത്തേക്ക് പാസ് ചെയ്ത് വന്നു, കടയുടെ ഫ്രണ്ടിലേക്ക് വന്നിട്ട് ആ കുട്ടിയുടെ അടുത്ത് പോയി എന്തോ സംസാരിക്കുക, കുട്ടിയെ പിടിച്ചിട്ട് എന്തോ അമ്മയുടെ പേര് ചോദിക്കുക എന്തോ ചെയ്തു. അങ്ങനെ കുട്ടി പേടിച്ചിട്ട് അകത്തേക്ക് കയറി വന്നു. അപ്പോൾ അയാളും ഒപ്പം കയറി വന്നു. ഞാൻ പുറകിലായിരുന്നു. എൻ്റെ സ്റ്റാഫ് ഒന്ന് വിളിച്ചിട്ട് പറഞ്ഞു, കസ്റ്റമർ ഉണ്ട്, ഫ്രോക്ക് വേണമെന്ന് പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എണീറ്റ് വന്നു നോക്കിയപ്പോൾ എനിക്ക് പരിചയമുള്ള കുട്ടിയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, മോളെ ഇത് ആരാന്ന് ചോദിച്ചു. അപ്പോൾ കുട്ടി പറഞ്ഞു, എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വീണ്ടും ചോദിച്ചു, മോളെ ഇത് ആരാന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല എന്ന് പറഞ്ഞു. റിപ്പീറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചു, ആരാന്ന് ചോദിച്ചു. അത് മാമനാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മാമനല്ലല്ലോ, കുട്ടിയുടെ മാമനെ എനിക്കറിയാം, കുട്ടിയുടെ മാമനാണ് എല്ലാ ദിവസവും ഇവിടെ വന്ന് കൂട്ടിക്കൊണ്ടുപോകാറ്. അപ്പോൾ അവരുടെ ഫാമിലിയിലുള്ളവരൊക്കെ എനിക്കറിയാം. ഞാൻ പറഞ്ഞു, മാമനല്ലല്ലോ എന്ന് പറഞ്ഞു. അത് ആശയുടെ വല്യമ്മയുടെ മോനാണെന്ന് പറഞ്ഞു. ആശ എന്ന് പറയുമ്പോൾ കുട്ടിയുടെ അമ്മയുടെ പേരാണ്. അപ്പോൾ ആശയുടെ വല്യമ്മയുടെ മോനെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, പരിചയമുള്ള ആരോന്ന് വെച്ച് ഞാൻ ഫ്രോക്ക് കാണിച്ചു. പിന്നീടും എനിക്കെന്തോ ഒരു പന്തികേട് തോന്നി. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ജിൻസി എന്ന് പറഞ്ഞ ആളും ഇവിടെ വന്നായിരുന്നു. അപ്പോൾ അവളും എന്നെ നോക്കണോണ്ട് എന്തൊക്കെയോ പന്തികേടുണ്ടെന്ന് തോന്നിയിട്ട് ഞാൻ അപ്പോൾ തന്നെ കുട്ടിയുടെ അമ്മയെ ഫോൺ വിളിച്ചു, ആശയെ ഫോൺ വിളിച്ച് ആശ ഇവിടെ എത്തി. അപ്പോൾ ഞാൻ അകത്തേക്ക് കയറി വരാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു, ആശ ഇതാ കുട്ടിയുടെ അമ്മാവനെന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് നിൻ്റെ വല്യമ്മയുടെ മോനെന്ന് പറഞ്ഞിട്ടാണ് മോളെയും കുട്ടി ഇവിടെ വന്ന് ഉടുപ്പ് ചോദിച്ചത്, ആശയുടെ വല്യമ്മയുടെ മോനാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ആശ പറഞ്ഞു, ഇല്ല എൻ്റെ വല്യമ്മയുടെ മോനല്ല, നീ ആരാന്ന് അവനോട് ചോദിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ അവൻ എന്നെ ചീത്ത വിളിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് പുള്ളിക്കാരത്തെയും ചീത്ത വിളിച്ചു. ഇതിനിടയ്ക്ക് ഞാൻ ഹസ്ബൻഡ്, ഞങ്ങൾ പെണ്ണുങ്ങൾ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ ആ ടൈമിൽ. എൻ്റെ ഫ്രണ്ട് ജിൻസിയും സ്റ്റാഫും പിന്നെ ആ സമയത്ത് വന്ന കുട്ടിയുടെ അമ്മയും. ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചു, പുറത്തിറങ്ങി നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടി. അപ്പോൾ ഇവൻ കൂടുതൽ വയലൻ്റായി. ഇവിടെ ഇരുന്ന ഡ്രസ്സൊക്കെ വാരി പുറത്തേക്ക് എറിയാൻ തുടങ്ങി, ഒച്ചപ്പാടുണ്ടാക്കി, എന്നെ ചീത്ത വിളിച്ചു. ഞാൻ ഫോൺ എടുത്ത് പുറത്തേക്ക് പോയപ്പോൾ എന്നെ ചീത്ത വിളിച്ചു. ഞാൻ അവൻ്റെ ഫോണാന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫോൺ തട്ടിപ്പറിക്കാൻ നോക്കി. ഞാനിന്നത് പിടിച്ചു വെച്ചിട്ട് ഞാൻ പുറത്തിറങ്ങി വന്ന് ഇവിടെ ആൾക്കാരെയൊക്കെ കൂട്ടി. അപ്പോൾ ഹസ്ബൻഡും മോനും ഒക്കെ ഇവിടെ എത്തിയായിരുന്നു. എല്ലാവരും വന്നു, പഞ്ചായത്ത് മെമ്പർ എല്ലാവരും വന്നിട്ട് പിന്നെ പോലീസിൽ അറിയിച്ചിട്ട് കൊണ്ടുപോയി. അതിനിടയ്ക്ക് ഇവന് കുറേ ഒച്ചപ്പാടും ബഹളമൊക്കെ ഇവിടെ ഉണ്ടാക്കിയായിരുന്നു. ഭയങ്കര പേടി തോന്നിയ ഒരു സംഭവമായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടു അല്ലേ? നിങ്ങൾ തന്നെ പറ, നമ്മൾ എന്ത് വിശ്വസിച്ച് നമ്മുടെ മക്കളെ
നമ്മുടെ മക്കളെ എന്ത് വിശ്വസിച്ച് നമ്മളിപ്പോ പുറത്തേക്ക് വിടും? അതായത് നമ്മുടെ ഈ നാട്ടിൽ നിന്നല്ല എവിടെ ആയാലും ശരി നമുക്ക് വിശ്വസിച്ച് ജീവിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടമായിട്ട് മാറിയിരിക്കുന്നു. പൊടിക്കുഞ്ഞു മുതല് വലിയ ആൾക്കാർ വരെ പിടിച്ചോണ്ട് പോകുന്നു, ബലാത്സംഗം ചെയ്യുന്നു, കുട്ടികളെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കുന്നു. എന്തൊക്കെ തരം, അതായത് പെൺകുട്ടികൾ ആണുങ്ങളെ ചീറ്റ് ചെയ്യുന്നു, ആൺകുട്ടികൾ പെൺകുട്ടികളെ ചീറ്റ് ചെയ്യുന്നു, പരസ്പരം തമ്മിൽ എന്തോ വെട്ടിക്കുത്തി. ഇപ്പൊ തന്നെ റീസെന്റ് ആയിട്ട് ഇന്നലത്തെ ന്യൂസാണ്. തമിഴ്നാട്ടിലൊരു കുട്ടിയുടെ, അതായത് 1.5 വയസ്സുള്ള ഒരു കുട്ടിയുടെ വല്യമ്മ ഒരുത്തനെ, 32 വയസ്സുള്ള ഒരുത്തനെ അടിമുടി വെട്ടി വലിച്ച് അഴച്ച് റോഡിൽ കൂടെ വലിച്ചഴിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. പോകുമ്പോഴേ ആൾക്കാർ ചോദിച്ചു, നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്, നിങ്ങൾ എന്തിനാണ് ഇയാളെ വെട്ടിയെന്ന് വെച്ചപ്പോൾ അവര് കാര്യം പറയുന്നു. അപ്പൊ നാട്ടുകാരും കൂടി ഇതിനെ എടുത്തിട്ട് പെരുമാറി. അതൊന്നുമല്ല, ആ 1.5 വയസ്സുള്ള കുഞ്ഞിന്റെ അമ്മ ഇയാളെ വിശ്വസിച്ച് ഇയാളുടെ ഒപ്പം മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടപ്പോൾ ഇയാൾ എന്താ ചെയ്തേ? ആ വിശ്വാസം മുതലെടുത്തുകൊണ്ട് ഈ കുഞ്ഞിനെ അയാളുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും റേപ്പ് ചെയ്യുകയും മുത്തശ്ശിയുടെ വീട്ടിൽ ചെന്നു എന്നും പറഞ്ഞ് തിരിച്ച് ഈ കുട്ടീനെ അമ്മയുടെ അടുത്ത് ആക്കുകയും ചെയ്തു. വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേന് കുട്ടിക്ക് തീരെ വയ്യ, അസ്വസ്ഥതയോടുകൂടി അസ്വസ്ഥത. അങ്ങനെ ആ കുഞ്ഞിനെ, സോറി 1.5 വയസ്സല്ല കേട്ടോ, 4.5 വയസ്സോ കണ്ടുണ്ടോ കുട്ടിക്ക്, ഞാൻ ആ ഏജ് പറഞ്ഞ് തെറ്റിപ്പോയി. അപ്പൊ ആ കുഞ്ഞിന് അസ്വസ്ഥത ഉണ്ടാകുകയും ആ കുഞ്ഞിന് ഹോസ്പിറ്റലിൽ കൊണ്ടെത്തുമ്പോൾ ഡോക്ടറെ കാണിക്കുമ്പോൾ ഡോക്ടർ പരിശോധിക്കുകയും ഡോക്ടറോട് ആ കുഞ്ഞ് കാര്യങ്ങൾ പറയുമ്പോഴാണ് അറിയുന്നത് ഇയാൾ കൊണ്ടുപോയി ഇമ്മാതിരി ചിത്രത്തരം കാണിച്ചാണ്. ഇതറിഞ്ഞ വല്യമ്മച്ചിക്ക് സഹിച്ചില്ല. ആ വല്യമ്മ കുടിവാൾ എടുത്തിട്ട് പബ്ലിക്കായിട്ട് തന്നെ അവനെ കണ്ടെത്തി, പബ്ലിക്കിൽ തന്നെ വെച്ച് അവനെ അറിഞ്ഞും പുറഞ്ഞും വെട്ടി അവനെ വലിച്ചയച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. പക്ഷെ നമ്മുടെ കുഞ്ഞിന് ഇങ്ങനെ ഒരു ആപത്ത് പറ്റിയിട്ട് നമ്മൾ റിയാക്ട് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ആപത്ത് വരാതിരിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പൊ നമ്മൾ നമ്മുടെ കുട്ടികളുടെ അടുത്ത് മാക്സിമം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നിങ്ങൾ ഓരോരുത്തരും ഇതിപ്പം നിങ്ങൾ വിചാരിക്കരുത് കുട്ടീന്റെ അമ്മയുടെ ഉത്തരവാദിത്തമാണെന്ന്, ഒരിക്കലുമല്ല. ഒരു വീട്ടില് അമ്മ, അച്ഛൻ, മാമൻ, കൂട്ടുകുടുംബമായിട്ട് ജീവിക്കുകയാണെങ്കിൽ വലിച്ചൻ, വല്യമ്മ, മുത്തശ്ശി അങ്ങനെ ചിലപ്പോൾ കൊച്ചച്ഛൻ കൂട്ടുകുടുംബമായിട്ട് ജീവിക്കുന്നവരുണ്ടാവും. അല്ലെങ്കിൽ അച്ഛൻ, അമ്മ, കുട്ടി മാത്രം അടങ്ങുന്ന ഒരു സമൂഹം, ഒരു വീടായിരിക്കാം. ഇത് രണ്ടായാലും ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ശരി, അവർക്ക് നമ്മൾ വേണ്ട ജനറൽ ഇൻഫർമേഷൻ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ആൺകുട്ടികൾക്കും ഇമ്പോർട്ടന്റ്. പണ്ട് പെൺകുട്ടികൾക്ക് മാത്രമാണ് ബാഡ് ടച്ച്, ഗുഡ് ടച്ച് എന്താണെന്ന്, ഒരിക്കലും അല്ല കേട്ടോ. ഇപ്പൊ ആൺകുഞ്ഞുങ്ങൾക്കും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇന്ന് ആൺകുട്ടികളെയും തട്ടിക്കൊണ്ടുപോയിട്ട് ഇമാതിരി വെടരത്തരം കാണിക്കുന്ന വെറും വെട്ടകലകള്, അതായത് വെറും പാഴ്ജന്മങ്ങൾ നമ്മുടെ ഈ സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. അതിനുണ്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന പൊടിക്കുഞ്ഞുങ്ങൾ, ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, നമ്മൾ അവരെ പറഞ്ഞു മനസ്സിലാക്കേണ്ടതായിട്ടിരിക്കുന്നു. മക്കളെ, ഗുഡ് ടച്ച് എന്താണ്, ബാഡ് ടച്ച് എന്താണ്, ആര് വിളിക്കുമ്പം പോകണം, ആര് വിളിക്കുമ്പം പോകാൻ പാടില്ല. നമ്മൾ ആരുടെയും വണ്ടിയുടെ പിറകിൽ കൈ കാണിച്ച് ലിഫ്റ്റടിച്ച് പോകാൻ പാടില്ല. നിങ്ങൾക്ക് ഞാൻ വണ്ടിക്കൂലി തരുന്നുണ്ട്, നിങ്ങൾ ആ വണ്ടിക്കൂലിക്കുള്ള പൈസ എടുത്ത് മിഠായി വാങ്ങിച്ചിട്ട് ലിഫ്റ്റ് അടിച്ച് പോവുകയും ആപത്തിന് ചാടുകയും ചെയ്യരുത്. നിങ്ങൾക്ക് മിഠായി വേണോ, നമ്മൾ വാങ്ങിച്ചു തരാം. ഞാൻ ഒരിക്കലും നിങ്ങളോട് പറയുന്നില്ല 50 രൂപയുടെ ഡയറി മിൽക്ക് വാങ്ങിച്ചു കൊടുക്കുക കുട്ടികൾക്ക്, ഒരിക്കലും ഞാൻ പറയണില്ല. 50 രൂപയുടെ ഇത്രയും വലിയ ഡയറി മിൽക്ക് ആണെങ്കിൽ പാവങ്ങൾക്ക് വേണ്ടി 5 രൂപയ്ക്ക് ഡയറി മിൽക്ക് ഇറക്കിയിട്ടുണ്ട്. അപ്പം അതിന്റെ ചെറുത് വാങ്ങിച്ചു കൊടുത്തിട്ട് പറയാം, മോനെ വലുതിന്റെയും ചെറുതിന്റെയും ടേസ്റ്റ് ഒന്ന് തന്നെയാണ്. നാളെ അച്ഛന്റെയും അമ്മയുടെയും കയ്യിൽ 50 രൂപയുടെ ഡയറി മിൽക്ക് വാങ്ങിച്ചു തരാനുള്ള ശേഷി ഉണ്ടാവുന്നൊരു സമയമുണ്ട്. ചിലപ്പോൾ ചേരുന്ന ശനിയാഴ്ച ആയിരിക്കും, ചിലപ്പോൾ ബോണസ് കിട്ടുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് ഈ സാലറി കിട്ടുമ്പോഴോ ഒക്കെ ആയിരിക്കും, അല്ലെ ആഴ്ചയിൽ ഒരിക്കലായിരിക്കും ചിലപ്പോൾ അവർക്ക് സാലറി കിട്ടുന്നത്, വീക്കിലി സാലറി കിട്ടുക, അങ്ങനെ പലതരത്തിൽ സാലറി കിട്ടുന്ന മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. പറയാ എനിക്ക് ആ സാലറി കിട്ടില്ല, അപ്പൊ അതിൽ നിന്ന് ഞാൻ 50 രൂപ കൊടുത്ത് മന ഇത്രയും വലുത് വാങ്ങിച്ചു തരാം. അപ്പൊ നിനക്ക് മനസ്സിലാവും ഈ 5ന്റെയും 50ന്റെയും വ്യത്യാസമൊന്നും ഉണ്ടാകുന്നില്ല. അങ്ങനെ കുഞ്ഞുങ്ങളെ മിഠായിട്ട് ടേസ്റ്റ് മനസ്സിലാക്കി കൊടുത്ത് കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് അവരെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമായ ഒരു കാര്യമാണ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയും, ആ കുഞ്ഞിന്റെ അമ്മ ആ കുഞ്ഞിനെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, മക്കളെ ആര് വിളിച്ചാലും പോകരുത്, അത് നമ്മുടെ ഏത് കുടുംബത്തിലുള്ളവരായിക്കോട്ടെ, ഏത് മാമന്മാരായാലും പോകരുത്, അമ്മ വരും, അമ്മ മോനെ വിളിക്കും, അല്ലെങ്കിൽ അമ്മയുടെ സ്ഥാനത്തും അച്ഛൻ വരും എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അതുകൊണ്ടല്ലേ ഒരുത്തൻ വന്ന് മാമന്റെ കൂട്ടുകാരനെ വാ മോനെ എന്ന് വിളിച്ചപ്പോ ആ കുട്ടി പോവാഞ്ഞത്. അപ്പം നമുക്ക് മനസ്സിലാവേണ്ടത് തലനാരിക്ക് ആ കുട്ടി രക്ഷപ്പെട്ടു. അതുപോലെ തന്നെ നമ്മുടെ മക്കളും രക്ഷപ്പെടണം. ഒരിക്കലും ഇതുപോലുള്ള നികൃഷ്ട ജീവികളുടെ മുന്നിൽ എത്താൻ പാടില്ല. അങ്ങനെ എത്തുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോ നമ്മൾ കാണാനിടയായത്. അപ്പൊ നമുക്ക് സംഭവിച്ച ശേഷം നമ്മൾ കൊടുവാളെടുക്കുമ്പോൾ അവിടെ നഷ്ടപ്പെടുന്ന 2 ജീവിതങ്ങളാ, അല്ലെ? ചെയ്തവന്റെ ജീവിതം അല്ല ഞാൻ പറയുന്നത്, ഒന്നും നമ്മുടെ കുഞ്ഞിന്റെ ജീവിതവും ഒന്നും നമ്മുടെ ജീവിതവുമാണ് ഇവിടെ നഷ്ടപ്പെടുന്നത്. ഈ ചെയ്തവനൊക്കെ എന്ത്, അവനൊക്കെ നാളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിട്ടെന്ന് പറഞ്ഞാൽ കോടതി അവനെ ജയിലിൽ കൊണ്ടിട്ടെന്ന് പറഞ്ഞാൽ 10 കൊല്ലം കഴിഞ്ഞ് അവൻ തിരിച്ചിറങ്ങി വരുമ്പോൾ അവൻ ഇത് തന്നെ ചെയ്യുള്ളൂ. അപ്പം
നമ്മൾ പ്രിക്കോഷൻസ് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ കാലഘട്ടത്തില് വെറും ചെറ്റകളാണ് ഇന്ന് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് മൊത്തവും. പറയാതിരിക്കുന്നത് എങ്ങനെയാന്ന് പറ. അത്രമാത്രം ക്രിമിനലിറ്റി കൂടിയ ടീമുകളാണ്. നമുക്കിതിനകത്ത് ഇപ്പം ഈ പ്രത്യേകിച്ച് മരുന്നുകളൊന്നുമില്ല. അല്ല വല്ല പിന്നെ ഇങ്ങനെയുള്ള ആൾക്കാരെ വന്ധീകരണം നടത്തിയിട്ട് വലിയ കഥയൊന്നുമില്ല. എല്ലാ ശേഷി അങ്ങ് നഷ്ടപ്പെടുത്തി കളയും. വെറും അങ്ങ് പഴം തുണി ആക്കി എടുക്കാൻ വരെ മാർഗം ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്തിരുക. കൊല്ലാൻ പറയാൻ പറ്റില്ല, കാരണം നമുക്കത് എന്താ പറയാ, നിയമം പോലും അനുശാസിക്കാത്തൊരു കാര്യമാണ്. അപ്പൊ നമുക്കത് പറയാൻ കഴിയുകയില്ല. അപ്പം സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന് പറയുന്നത് പോലെ ഈ വീഡിയോസ് നിങ്ങൾ എല്ലാവരിലും എത്തിക്കുക. ഇങ്ങനെയും നമ്മുടെ നാട്ടിൽ വീണ്ടും വീണ്ടും നടക്കുന്നുണ്ട്. ഒന്നല്ല രണ്ടല്ല പലതായി. ഇപ്പൊ നമ്മുടെ വാർത്താ ചാനൽ എടുത്താലും സോഷ്യൽ മീഡിയ എടുത്താലും യൂട്യൂബ് ഓപ്പൺ ആക്കിയാലും എന്ത് ചെയ്താലും നമുക്ക് 10ൽ 3 ഇപ്പോൾ വീണ്ടും ഇങ്ങനെയുള്ള വാർത്തകളാണ് കാണാൻ കഴിയുന്നത്. അപ്പം നിയമത്തെ ഭയമില്ല, ദൈവത്തെ പേടിയില്ല എന്നതാണ് ഇതിന്റെയൊക്കെ അർത്ഥം. എനിക്ക് നിങ്ങളോട് ഇത്രേ പറയാനുള്ളൂ. നമ്മുടെ മക്കളെ സൂക്ഷിക്കണം. നമുക്ക് ആകപ്പാടെ ഉള്ളത്, കാരണം ഓരോ സ്ത്രീ അവർക്കറിയാം എന്തുമാത്രം വിഷമിച്ച് അല്ലെങ്കിൽ ബുദ്ധിമുട്ടി നമ്മുടെ ശരീരം എന്തുമാത്രം അതിന് പാകപ്പെടുത്തി ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നതിന്. അപ്പം ഇത്രയും കഷ്ടപ്പെട്ട് ജന്മം കൊടുത്ത് നമ്മൾ സ്നേഹിച്ച് പോയിട്ട് വളർത്തുന്ന നമ്മുടെ മക്കളെ കഴുകന്മാർക്ക് കുത്തിവലിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് നമുക്ക് താങ്ങാനും കഴിയുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കുട്ടികളെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. സ്കൂളുകളിൽ ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. അത് നിങ്ങൾ സ്കൂളുകളിൽ ഇൻഫോം ചെയ്യുക. PTA മീറ്റിങ്ങും ഒക്കെ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നിങ്ങൾ സ്കൂളിലും പറയുക. സമൂഹത്തിനെ വിശ്വസിക്കാൻ പറ്റാത്തതുകൊണ്ട് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ കുട്ടികൾക്ക് ഇതുപോലെ ചെറിയ തോതിലുള്ള എഡ്യൂക്കേഷൻ ക്ലാസ്സുകൾ വെക്കണമെന്ന് അവരോട് റിക്വസ്റ്റ് ചെയ്യുക. പിന്നെ ഏറ്റവും നല്ലത് വീടുകളിൽ തന്നെ നമ്മൾ തന്നെ പറഞ്ഞു കൊടുക്കുക. ഒരു അമ്മയ്ക്ക് മാത്രമേ സ്വന്തം മക്കളോട് ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റുള്ളൂ. ഒരു പെൺകുട്ടിയോട് ഒരു മാതാവിനും ഒരു ആൺകുട്ടിയോട് പിതാവിനും എത്രമാത്രം ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അത്രയും ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റൂ. അപ്പൊ അവിടെ സംസാരിച്ച് അവരുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത്, അതേപോലെ തന്നെ ആണിനായാലും പെണ്ണിനെയും വളർത്തുമ്പോൾ അവരെ റെസ്പെക്ട് ചെയ്യേണ്ടതിനെ പറ്റിയിട്ടും അല്ലെ, മറ്റൊരു വ്യക്തി നമ്മൾ എങ്ങനെ റെസ്പെക്ട് ചെയ്യണം, അവര് സ്ത്രീയോട് എങ്ങനെ ബഹുമാനത്തോടെ പെരുമാറണം, അല്ലെങ്കിൽ പുരുഷനോട് എങ്ങനെ ബഹുമാനത്തോടെ പെരുമാറണം, ഇതൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ അവരെ പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഈ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങൾ വലുതായി വരുന്നതാണ്. അപ്പൊ നമ്മൾ അവരെ റെസ്പെക്റ്റും കാര്യങ്ങളെ കുറിച്ചും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതിന്റെ ആവശ്യകത ഒരുപാടാണ്. ഇതൊന്നും കിട്ടാതെ വളർന്ന് കുഴിവലിച്ച ജന്മങ്ങളാണ് ഈ ചെയ്യുന്നതൊക്കെ. അപ്പം എനിക്ക് നിങ്ങളോട് ഇത്രയും പറയാനുള്ളൂ. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ദയവ് ചെയ്ത് നിങ്ങളുടെ കൂടെയുള്ള നിങ്ങളുടെ മറ്റുള്ള അമ്മമാരിലും ഈ കാര്യങ്ങൾ എത്തിക്കുക. നമ്മുടെ കുട്ടികളുടെ സേഫ്റ്റി അത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കാര്യങ്ങൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുക. ശരിയാണ്. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.